അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് ആരും ട്രൈ ചെയ്ത് നോക്കാത്തൊരു റെസിപ്പിയാണ്, ഒരു ഡ്രിങ്ക് ആണ്. ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡ്രിങ്ക് ആണ് കേട്ടോ. ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഈ സ്പെഷ്യൽ വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കോഫി ജെല്ലി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ജെല്ലി ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് ജലാറ്റിനാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ജലാറ്റിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ അഗർ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്രാം ചൈന ഗ്രാസ് എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ഈ ജലാറ്റിനൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ജലാറ്റിനൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നോളും. അപ്പോൾ ജലാറ്റിനൊക്കെ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കത് ചൂടോട് കൂടി തന്നെ ഇത് സെറ്റ് ആവാനുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയിൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലുള്ള പുഡിംഗ് ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ കോഫി ചൂടോട് കൂടി തന്നെ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കാൻ അടുത്തതായിട്ട് വേണ്ടത് ചവ്വരി വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് വെള്ളം ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കഴുകി വൃത്തിയാക്കിയ ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ടൈപ്പിലുള്ള ചവ്വരിയാണ്. അപ്പോൾ കുറച്ച് സമയം മതിയാവും ഇത് വേവാൻ, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ചവ്വരി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചവരിയൊക്കെ ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടത് നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അരിച്ചിട്ടാണ് കേട്ടോ ഡ്രിങ്കിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടോട് കൂടി തന്നെ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കുറുകിയിരിക്കുന്നതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ചവരിയൊക്കെ ഇപ്പോൾ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെറൈറ്റി സ്പെഷ്യൽ കോഫി ഡ്രിങ്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പാല് കാച്ചിയതാണെങ്കിലും കാച്ചാത്തതാണെങ്കിലും ഒന്നും പ്രശ്നമല്ല, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചവ്വരി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. വെള്ളത്തോട് കൂടി ചേർക്കരുത്. നമ്മൾ വേവിച്ച വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം ചവ്വരി പാലിലോട്ട് ചേർക്കാൻ. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർക്കാം കേട്ടോ. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലാണ് നമ്മുടെ ഡ്രിങ്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഫ്ലേവർ ഉണ്ടോ അല്ലേന്ന്. അപ്പോൾ ഓരോരുത്തരുടെയും ഫ്ലേവറിനനുസരിച്ച് വേണം കോഫി പൗഡർ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് കോഫി ജെല്ലിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ കോഫി ജെല്ലി സെറ്റായോ എന്ന് നോക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തെന്നി കളിക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കുഞ്ഞു പീസായിട്ടാണ് കട്ട് ചെയ്യാന്ന് വെച്ചാൽ സ്പൂൺ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. വലിയ പീസായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചെറിയ പീസായിട്ടുള്ള ജെല്ലി ആയിരിക്കും കേട്ടോ നല്ലത്, നമ്മൾ ഡ്രിങ്കൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡ്രിങ്കിലേക്ക് ഇനി ഇത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഫി ജെല്ലി കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ജെല്ലി മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ നമ്മുടെ കോഫി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. കോഫി ഫ്ലേവറിൽ നല്ലൊരു വെറൈറ്റി വെൽക്കം ഡ്രിങ്കാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി കോഫി ജെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഡ്രിങ്ക് സെർവ് ചെയ്യുമ്പോൾ നല്ല പോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. നമ്മുടെ വെറൈറ്റി കോഫി ഫ്ലേവറിലുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കുടിച്ചു നോക്കാം. സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കോഫി ഫ്ലേവറും പിന്നെ മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർത്താണ്ട് പിന്നെ ചവ്വരിയും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു വെറൈറ്റി ഡ്രിങ്ക് ആണ്. പിന്നെ നമ്മളിതിങ്ങനെ കുടിക്കുമ്പോൾ ഈ ഇതുണ്ടല്ലോ കോഫി ജെല്ലി അതിങ്ങനെ കടിക്കും. അപ്പൊ അത് നല്ല ടേസ്റ്റ് ആണ്.
പൊളിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.